നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന സന്ദേശവുമായി രാജ്യം കൈകോർക്കുന്ന ഭാരത സർക്കാരിന്റെ ഡിജിറ്റൽ സെൻസസ് നടപടികൾക്ക് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പ്രൌഢമായ തുടക്കമായി. പൊന്നാനിയിലെ ഈ ജനകീയ ദൌത്യത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രമുഖ വ്യക്തിത്വവും മെട്രോമാനുമായ ഇ ശ്രീധരന്റെ വസതിയിൽ നിന്നും ആരംഭിച്ചു. ജൂലൈ 1 മുതൽ 30 വരെ നീണ്ടുനിൽക്കുന്ന വിവര ശേഖരണത്തിനായി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട സെൻസസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് മുനിസിപ്പാലിറ്റി തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ മഹത്തായ ദൌത്യം തന്റെ വസതിയിൽ നിന്ന് തന്നെ ആരംഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഇ ശ്രീധരൻ പ്രതികരിച്ചു. സാധാരണയായി 10 വർഷം കൂടുമ്പോൾ നടക്കാറുള്ള സെൻസസ് കോവിഡ് മഹാമാരി കാരണം വൈകിയതിനാലാണ് ഇപ്പോൾ 2026 വിപുലമായി നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിനെ സംബന്ധിച്ചോളം ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കേരളം ആകപ്പാടെ ഈ 10 കൊല്ലം കൂടുമ്പോഴത്തെ സെൻസസ് എടുക്കൽ പതിവുണ്ട്. നമ്മുടെ ലാസ്റ്റ് സെൻസസ് ഉണ്ടായത് 2011 അതിനുശേഷം ഈ കോവിഡ് വരെ കാരണം അടുത്ത 10ാം ഇയറിൽ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഇപ്പോൾ ഈ 2026 അതിൻ്റെ ഭാഗമായിട്ടാണ് സെൻസസ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ സെൻസസ് എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയത് എനിക്ക് വലിയൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. വലിയൊരു ഭാഗ്യമായിട്ടാണ്. എല്ലാം ഈ ലോകത്തിലെ രാജ്യങ്ങളിൽ വെച്ച് നമ്മുടെ രാജ്യത്താണ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അത് ഈ സെൻസസിൻ്റെ പ്രധാന ഉദ്ദേശം ആളുകളുടെ സ്ത്രീകൾ എത്ര ആൾക്കാരുണ്ട്, അവരുടെ വാസസ്ഥലങ്ങൾ, അപ്പോൾ അതിനെപ്പറ്റി എല്ലാ രേഖകളും ഉണ്ടാക്കുകയാണ്. ഈ രേഖകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാനിങ് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. എന്തെല്ലാം കുറവുണ്ട് അതിനെ കണ്ടുപിടിച്ചത് നികത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സെൻസസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൊല്ലം പ്രത്യേകിച്ച് ഇത് ഡിജിറ്റൽ സെൻസസാണ്. അതുകൊണ്ട് വേഗം കഴിയും. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഈ സെൻസസിൻ്റെ ഒഫീഷ്യൽസ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ചോദിക്കുന്ന ഉത്തരങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയിട്ടും കറക്റ്റായിട്ടും അവർ കൊടുക്കണം. അത് അവർക്ക് വലിയ പണി വരുന്നവരൊക്കെ അവർക്ക് വേറെയും വർക്കുണ്ട്. ഇത് മാത്രമായിട്ടൊരു പ്രത്യേക ചുമതലയായിട്ടാണ് വരുന്നത്. അവരെ സമയം കളയാതെ എല്ലാം സംഗതിയും പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനത്തിലാക്കണം. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അടിത്തറയാകുന്നത് കൃത്യമായ സെൻസസ് വിവരങ്ങളാണെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജീറൂൺ വ്യക്തമാക്കുകയും ഈ വർഷത്തെ ഡിജിറ്റൽ സെൻസസുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. നമ്മുടെ പൊന്നാനി നഗരസഭയിലും സെൻസസ് പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ബഹുമാന്യായ ഇ ശ്രീധരൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മുടെ നഗരസഭയുടെ സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വിശിഷ്ടനായ ആ മഹത് വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ നഗരസഭയുടെ സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം, ആസൂത്രണത്തിൽ സെൻസസിനുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും പിന്നിലെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സെൻസസ് ആണ്. നമ്മുടെ ഈ സെൻസസിന് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇപ്പോഴുണ്ട്. ഡിജിറ്റൽ സെൻസസ് ആണ് ഈ വർഷം നടക്കുന്നത്. ഈ ഡിജിറ്റൽ സെൻസസ് ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ സംസ്ഥാനത്തിലെ, നമ്മുടെ നഗരസഭയിലെ മുഴുവൻ ആളുകളും പങ്കാളികളാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ എന്യൂമറേറ്റേഴ്സ്, ഒഫീഷ്യൽസ് നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ അവരുമായി സഹകരിച്ച് അവർ ചോദിക്കുന്ന നിങ്ങളെ വീടിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി നമ്മുടെ സെൻസസ് പ്രവർത്തനങ്ങൾ പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നാണ് ഓരോ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.